ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ അവസാന ഗ്രൂപ്പ് മത്സരത്തിന് ഇറങ്ങുകയാണ്. ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ഒമാനെയാണ് സൂപ്പർ ഫോറിലെത്തിയ ഇന്ത്യ നേരിടുന്നത്. അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏഷ്യാകപ്പിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടുകയാണ്. ഗ്രൂപ്പ് എയിലെ അവസാന മത്സരമാണ് ഇന്ന്. അബുദാബി സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ UAE സമയം വൈകിട്ട് 6:30, അതായത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. കഴിഞ്ഞ 2 കളികളും ജയിച്ച് അത്യുജ്വല ഫോമിലാണ് ഇന്ത്യ. ഒമാനാകട്ടെ കഴിഞ്ഞ 2 കളികളിലും തോൽവിയായിരുന്നു ഫലം. ഇന്ത്യ പാകിസ്ഥാനെ UAEയും തകർത്തെറിഞ്ഞിരുന്നു. ഇന്ത്യയുടെ സൂപ്പർ ഫോറിൽ ആദ്യ മത്സരം ഈ വരുന്ന സെപ്റ്റംബർ 21 പാകിസ്ഥാനെതിരെയാണ്. അതിനു മുന്നോടിയായുള്ള ഒരു പരിശീലന മത്സരമായാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. സർവ്വശക്തിയും പരീക്ഷിക്കാനുള്ള ഒരു മത്സരം. ഒമാനാകട്ടെ മികച്ചൊരു പോരാട്ടം നടത്താനുള്ള ആഗ്രഹത്തിലാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. മലയാളി ആരാധകരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ കൂടിയുണ്ട് ഈ മത്സരത്തിൽ. കഴിഞ്ഞ 2 കളികളിലും സഞ്ജു സാംസണിൻ്റെ ബാറ്റിംഗ് കാണാനായിരുന്നില്ല. സഞ്ജു കളിക്കളത്തിൽ ഇറങ്ങിയെങ്കിലും കീപ്പിംഗ് മാത്രമാണ് കാണികൾക്ക് കാണാനായിരുന്നത്. അതിന് ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. കനത്ത സുരക്ഷയിലാണ് മത്സരം അബുദാബിയിൽ നടക്കുന്നത്. കാണികളെ 3 മണിക്കൂറിന് മുൻപ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കാണികൾക്ക് സ്റ്റേഡിയത്തിൽ എത്താനാവുക. ഏഷ്യാകപ്പിലെ മറ്റ് മത്സരങ്ങളിൽ കാണികൾ കുറവായിരുന്നുവെങ്കിലും ഇന്ത്യയുടെ മത്സരം കാണാൻ ആരാധകർ ഒഴുകിയെത്തി. ഇന്ത്യയുടെ ഓരോ മത്സരത്തിനും ഗാലറി ഒരു നീലക്കടലായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യക്കും ഒരുപോലെ ആരാധകരുള്ളൊരു നാടാണ് UAE. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ ഗാലറിയിലെത്തിയത് ഇന്ത്യൻ ആരാധകരാണ് ഭൂരിഭാഗവും. ഒരു നീലക്കടലായിരുന്നു ഗാലറി. അതിന് ഇത്തവണയും മാറ്റമുണ്ടാകില്ല എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുൻപുള്ള 2 മത്സരങ്ങളും ഇന്ത്യയുടേത് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു. ഇതാദ്യമായാണ് അബുദാബി സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏഷ്യാകപ്പിൽ മത്സരിക്കാൻ ഇന്ത്യ ഇറങ്ങുന്നത്. ഏതായാലും ഇവിടെ മികച്ച വിജയം നേടാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.